കേരളത്തിലെ പ്രധാനപ്പെട്ട കിഴങ്ങുവിളകളിലൊന്നാണ് ചേന. കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപാദനം നേടാൻ സഹായിക്കുന്ന ചേന കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു വിള കൂടിയാണ്. കേരളത്തിൽ ചേന തനിവിളയായും തെങ്ങ്, വാഴ, കമുക് തുടങ്ങിയ വിളകൾക്കൊപ്പം ഇടവിളയായും കൃഷി ചെയ്യുന്നു. മികച്ച വിപണി വിലയും സംഭരണശേഷിയും ഉള്ളതിനാൽ കൂടുതൽ കർഷകർ ചേന കൃഷിയിലേക്ക് കടന്നുവരുന്ന സാഹചര്യമാണ് ഇന്ന് കാണുന്നത്. അരേസി എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട ചേനയുടെ ശാസ്ത്രീയ നാമം അമോർഫോഫാലസ് പെയിനിഫോളിയസ് എന്നാണ്. സാധാരണയായി 8 മുതൽ 9 മാസക്കാലമാണ് കൃഷിക്കാലം. ശ്രീ പത്മ, ശ്രീ ആതിര, ഗജേന്ദ്ര തുടങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ ഇന്ന് കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു. ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് നടീലിന് ഏറ്റവും ഉത്തമം. നല്ല നീർവാർച്ചയും ജൈവാംശവുമുള്ള മണ്ണാണ് ചേന കൃഷിക്ക് ഏറ്റവും നല്ലത്. വെള്ളക്കെട്ട് ദോഷകരമായതിനാൽ മഴക്കാലത്ത് അധിക ജലം ഒഴുകിപ്പോകാൻ വയലിൽ ചാലുകൾ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. വിജയകരമായ ചേനകൃഷിയുടെ ആദ്യഘട്ടം നല്ല വിത്ത് തിരഞ്ഞെടുക്കലാണ്. രോഗമില്ലാത്തതും ആരോഗ്യകരവുമായുള്ള ചേന കഷ്ണങ്ങളാണ് വിത്ത് കഷ്ണങ്ങളായി തിരഞ്ഞെടുക്കുന്നത്. സാധാരണയായി 500 മുതൽ 1 കിലോഗ്രാം വരെ ഭാരമുള്ള വിത്ത് കഷ്ണങ്ങളാണ് നടാനായി തിരഞ്ഞെടുക്കുന്നത്. ഇതിനായി വിത്തുചേന നെടുകെ മുറിച്ച് ആവശ്യമായ വലിപ്പത്തിൽ കഷ്ണങ്ങളാക്കുന്നു. ഓരോ കഷ്ണത്തിലും നല്ല മുളഭാഗം ഉണ്ടായിരിക്കണം. നടുന്നതിന് മുൻപ് വിത്ത് കഷ്ണങ്ങൾ കുമിൾ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്. ഇതിനായി കാർബൻഡാസിം പോലുള്ള കുമിൾനാശിനി 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലെടുത്ത് ചാണകക്കുഴമ്പിൽ ചേർത്ത് വിത്ത് കഷ്ണങ്ങൾ അരമണിക്കൂർ മുക്കിവെക്കണം. തുടർന്ന് ഇവ തണലിൽ ഉണക്കിയെടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് കടചീയൽ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും നല്ല മുളപ്പിനും ഉപകരിക്കുന്നു. ചേന നടുന്നതിനായി 1.5 അടി ആഴവും 2 അടി നീളവും വീതിയുമുള്ള കുഴികൾ എടുക്കണം. കുഴികൾ തമ്മിൽ ഏകദേശം 3 അടി ഇടയകലം പാലിക്കണം. കുഴിയെടുക്കുമ്പോൾ ലഭിക്കുന്ന മേൽമണ്ണ് മാറ്റിവെക്കണം. തുടർന്ന് 2.5 കിലോഗ്രാം ചാണകമോ കമ്പോസ്റ്റോ മാറ്റിവെച്ചിരിക്കുന്ന മേൽമണ്ണുമായി ചേർത്ത് കുഴികൾ 1/4 ഭാഗവും മൂടണം. മുളഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ചേന വിത്തുകൾ കുഴികളിൽ നടണം. ശേഷം മണ്ണിട്ട് മൂടി നേരിയ തോതിൽ അമർത്തണം. നട്ടതിനു ശേഷം വയലിൽ പുതയിടൽ നിർബന്ധമായും നടത്തണം. വൈക്കോൽ, കരിയില, ജൈവവസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചാണ് പുതയിടൽ നടത്തേണ്ടത്. പുതയിടുന്നത് മണ്ണിലെ ഈർപ്പം നിലനിർത്തുന്നതിനും ചൂട് ക്രമീകരിക്കുന്നതിനും കള നിയന്ത്രണത്തിനും പ്രധാനമാണ്. കൂടാതെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുന്നതിലും ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു. നട്ട് ഏകദേശം 1 മുതൽ 1.5 മാസം കഴിയുമ്പോൾ മുളകൾ വന്നു തുടങ്ങും. ഒന്നിലധികം മുളകൾ ഉണ്ടെങ്കിൽ കരുത്തുള്ള ഒരെണ്ണം മാത്രം നിലനിർത്തുന്നതാണ് ഉത്തമം. മുളച്ചതിനു ശേഷം ഇടയിളക്കലും കളപറിക്കലും നടത്തണം. തുടർന്ന് ഏക്കറിലേക്ക് 43.5 കിലോഗ്രാം യൂറിയ, 111 കിലോഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 50 കിലോഗ്രാം പൊട്ടാഷ് എന്നീ വളങ്ങൾ ചേർക്കണം. വളം നൽകിയ ശേഷം മണ്ണ് കൂട്ടിക്കൊടുക്കേണ്ടത് പ്രധാനമാണ്. ഇത് വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുന്നതിനും ശരിയായ രീതിയിൽ കിഴങ്ങ് രൂപീകരണത്തിനും സഹായിക്കുന്നു. 2ാം ഘട്ട വളപ്രയോഗം ആദ്യ വളപ്രയോഗം കഴിഞ്ഞ് 1 മാസത്തിനു ശേഷം ചെയ്യണം. ഈ ഘട്ടത്തിൽ ഏക്കറിൽ 43.5 കിലോഗ്രാം യൂറിയയും 50 കിലോഗ്രാം പൊട്ടാഷും നൽകണം. തുടർന്ന് മണ്ണ് കൂട്ടിക്കൊടുക്കണം. ശാസ്ത്രീയമായ നടീൽ രീതിയും സമയബന്ധിതമായ പരിപാലനവും പിന്തുടർന്നാൽ ചേനകൃഷിയിൽ മികച്ച ഉൽപാദനവും വരുമാനവും ഉറപ്പാക്കാൻ സാധിക്കും.